ഞാൻ ഉരുളക്കിഴങ്ങ് അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും അരിഞ്ഞല്ല ചീവിക്കൊണ്ടിരുന്നപ്പോഴേക്കും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്ന ആളാണ് കേട്ടോ. ഞാനപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ എല്ലാം ചീവിയിട്ടത് അവൻ തന്നെ ആ വേസ്റ്റിൻ്റെ കുപ്പിക്കകത്തോട്ട് ഇട്ട് വെച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ ഉരുളക്കിഴങ്ങ് കഴുകിക്കൊണ്ടിരിക്കണേണ്. അത് കഴുകി അത് വെള്ളം മൊത്തം താഴെ കളയോ? കളയൂലേ? നല്ല വെള്ളം താഴെ കളഞ്ഞ എൻ്റെ നല്ല വഴക്ക് വെക്കും കേട്ടോ. ആ കഴുകിക്കഴിഞ്ഞ് ഇപ്പൊ കഴുകിക്കഴിഞ്ഞു പറഞ്ഞപ്പോഴേക്കും എന്തോരം വെള്ളം താഴെ പോയി നോക്കി. ഹലോ, അപ്പോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ്. ഇന്നിപ്പോ തൊണ്ട അങ്ങോട്ട് ശരിയാവണില്ല. ഈ തൊണ്ട എന്നെ കൊണ്ടേ പോകുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഉത്രാടമാണ്. എനിക്ക് എല്ലാത്തിലും എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ ഇപ്പോ ഇതൊക്കെ എൻ്റെ ഇതിനകത്ത് ഞാൻ പറയുന്നതിനകത്ത് സ്ഥിരം വന്ന ഡയലോഗ്സ്. ഇന്നപ്പോ ഉത്രാടമാണ്, ഉത്രാട ദിനമാണെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഓണത്തിന് വെക്കാനായിട്ടുള്ള, നാളെ തിരുവോണമല്ലോ, തിരുവോണത്തിന് വെക്കാനായിട്ടുള്ള കറികളൊക്കെ എല്ലാം ഇന്ന് തന്നെ ഉണ്ടാക്കി വെക്കാന്നാണ് വിചാരിക്കുന്നത്. എല്ലാ കറികളും അല്ല, ഒരു കുറച്ച് കറികളൊക്കെ ഇന്ന് തന്നെ ഉണ്ടാക്കി വെക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് സാമ്പാർ, അതേപോലെ അവിയല്, അങ്ങനെ കുറച്ച് കറികളൊക്കെ ഇന്ന്. അവിയൽ ഉണ്ടാക്കുന്നില്ല, അവിയലൊക്കെ നാളെ തന്നെ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കി കുറച്ച് കറികളൊക്കെ ഇന്ന് ഉണ്ടാക്കി വെക്കണം. അപ്പം ഇന്നിപ്പോൾ ആദ്യം ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ സെറ്റ് ചെയ്തെടുക്കണം. ഉച്ചക്കത്തേക്ക് ചെമ്മീൻ എന്തെങ്കിലും എടുത്താന്നാണ് വിചാരിക്കുന്നത്. ചെമ്മീൻ ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ചെമ്മീൻ ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെമ്മീൻ ഉലർത്തണം. പിന്നെ ഇന്നലെ മോരിയാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് മോരിയാർ ഇരിക്കുന്നുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് എന്തെങ്കിലും ഉലർത്തിയെടുക്കാന്നാണ് വിചാരിക്കുന്നതല്ല, അങ്ങനെയാണ് ഉലർത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടിട്ട് എന്ത് തോന്നി, അല്ലെങ്കിൽ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകൾ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാ പോരായ്മകളെ ഉണ്ടാകുള്ളൂ. അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ അതേപോലെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനപ്പോൾ തെള്ളിച്ചെമ്മീനാണ് കിട്ടിയത്. അപ്പോൾ തെള്ളിച്ചെമ്മീൻ ചെറിയ ചെമ്മീനാണല്ലോ, അപ്പോൾ അതൊന്ന് കിള്ളി പറ്റിച്ചിടണം. ചെറിയ ചെമ്മീനായതുകൊണ്ട് തന്നെ കിള്ളാൻ കുറച്ച് കൂടുതൽ നേരം വേണ്ടി വരും. അപ്പം അമ്മ ഇന്ന് പോയിട്ടില്ല, അമ്മയുണ്ട്. അമ്മക്കാണെങ്കിൽ കുറച്ച് അലക്കാനായിട്ടുണ്ട്. അപ്പം അലക്കാനുള്ളത് കൊണ്ട് അമ്മ അപ്പുറത്ത് അലക്കാൻ വേണ്ടി തുണിയൊക്കെ കൊണ്ടിടാൻ വേണ്ടി പോയേക്കാണ്. ഇത് കുറേ നേരം വേണമല്ലോ ഈ ചെമ്മീൻ കിള്ളാനായിട്ട്. അപ്പം ഞാൻ എവിടെയെങ്കിലും ഇരുന്ന് കിള്ളിയാലോ എന്നൊക്കെ ആദ്യം വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ ഫുള്ളും മഴയാണ്, എല്ലായിടത്തും മഴയൊക്കെ പെയ്ത് നനഞ്ഞു കിടക്കണേ. അതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങി നിന്ന് കിള്ളാനും പറ്റൂല. അല്ലാന്നെങ്കിൽ പുറത്തോട്ട് ഇറങ്ങി അവിടെ ഇരുന്നിട്ട് വല്ല കിള്ളിയാൽ മതിയായിരുന്നു. അത് ഇവിടെ വാതിൽ ചവിട്ടി പൊളിക്കുമെന്ന് എനിക്ക് തോന്നണേ. അതും അവിടെ ഇന്ന് വാതിലിനായിട്ട് ഇടിക്കുന്നുണ്ട്. ഞാൻ പോയി ഒന്ന് തുറന്നു നോക്കട്ടെ കേട്ടോ. ചേട്ടയ്ക്ക് ഇന്ന് ലീവായിരുന്നു. ചേട്ടൻ ഇന്ന് ഉത്രാടമൊക്കെ ആയതുകൊണ്ട് തന്നെ പല പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ചേട്ടയ്ക്ക് ഇന്ന് പോയിട്ടുണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ ചേട്ടനും അനിയനും കൂടെ കടയിൽ പോവാണ്. ഉച്ചക്കത്തേക്കുള്ള സാധനങ്ങൾ, ഉച്ചക്കത്തേക്കല്ല നാളെ ഉച്ചക്കത്തേക്കുള്ള പച്ചക്കറികളൊക്കെ കുറച്ച് വാങ്ങിക്കാനുണ്ട്. പിന്നെ അതേപോലെ പലചരക്ക് സാധനങ്ങൾ കുറച്ച് വാങ്ങിക്കാനുണ്ട്. പച്ചക്കറികൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ തലേദിവസമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അരിഞ്ഞല്ല ചീവിക്കൊണ്ടിരുന്നപ്പോഴേക്കും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്ന ആളാണ് കേട്ടോ. ഞാനപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ എല്ലാം ചീവിയിട്ടത് അവൻ തന്നെ ആ വേസ്റ്റിൻ്റെ കുപ്പിക്കകത്തോട്ട് ഇട്ട് വെച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ ഉരുളക്കിഴങ്ങ് കഴുകിക്കൊണ്ടിരിക്കണേണ്. അത് കഴുകി അത് വെള്ളം മൊത്തം താഴെ കളയോ? കളയൂലേ? നല്ല വെള്ളം താഴെ കളഞ്ഞ എൻ്റെ നല്ല വഴക്ക് വെക്കും കേട്ടോ. ആ കഴുകിക്കഴിഞ്ഞ് ഇപ്പൊ കഴുകിക്കഴിഞ്ഞു പറഞ്ഞപ്പോഴേക്കും എന്തോരം വെള്ളം താഴെ പോയി നോക്കി. അവിടെ വെച്ച മമ്മ അരിയട്ടെ. വലിയ കാട്ടേ ഇങ്ങനെ കഷ്ണമാക്കി അരിയണം, മനസ്സിലായ? എന്നിട്ട് നമ്മൾ കറി വെക്കും. കുറച്ചും കൂടി കൊടുക്കണ്ട, മതി. ആദ്യം അരിഞ്ഞത് നേരെ പാത്രത്തിനകത്തോട്ട് ഇട്ടോ. ഈ പാത്രത്തിനകത്തോട്ട് വെള്ളത്തിലോട്ടോ.
അങ്ങനെ ആദ്യമേ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കണേ. അവനാണെങ്കിൽ ഞാനിങ്ങനെ അടുക്കളയിൽ ഓരോ പണിയൊക്കെ ചെയ്യുമ്പോഴത്തേന് എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനും വിചാരിച്ച് ഹെൽപ്പ് ചെയ്തോട്ടെ. അപ്പോൾ അത്രയും നേരമെങ്കിലും മൊബൈലും ടി വി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുന്നതിൽ ഒന്ന് കുറയ്ക്കുമല്ലോ. ഇപ്പോൾ വെക്കേഷനും കൂടി, വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ അവധിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അംഗനവാടിയിലും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോണ് ടി വി കാണലൊക്കെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും പിള്ളേർ ആ ഒരു സ്ക്രീൻ ടൈമിൽ നിന്ന് കുറച്ച് ഡിസ്ട്രാക്റ്റ് ആവും. അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പഠിക്കുകയും ചെയ്യും. അത് കൂടാതെ തന്നെ എനിക്ക് ഇവൻ ചെയ്യുന്നത് കൊണ്ട് എട്ടിപ്പണി വരുന്നുമുണ്ട്. പിന്നെ ഞാനും വിചാരിച്ച് ചെയ്തോട്ടെ. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവന് കുറച്ച് പഠിക്കാനും പറ്റും. അടുക്കള കാര്യങ്ങളൊക്കെ എല്ലാം ചെറുതില്ലേ എന്നെ പഠിച്ചു തുടങ്ങുന്നത് നല്ലതാണല്ലോ. പിന്നെ ചില സമയത്തൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഭയങ്കര നിർബന്ധമൊക്കെയാണ്. അവന് ചിലപ്പോൾ പപ്പടമൊക്കെ വറുക്കാനായിട്ടാണെന്നുണ്ടെങ്കിലും അവൻ തന്നെ പപ്പടം എണ്ണല്ലോ ഇട്ടുണ്ട്. അങ്ങനത്തെ ചില നേരത്തുള്ള നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. ആവശ്യമില്ലാത്ത ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ എല്ലാം വഴിവെച്ച് കൊടുക്കാറൊന്നുമില്ല. ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടൊക്കെ ഞാൻ സമ്മതിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ചെമ്മീനെല്ലാം കിള്ളി ഇതേ പറ്റിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷേ കിള്ളാനായിട്ട് എൻ്റെ പൊന്നോ, ഒന്നാമത്തെ എല്ലാം ഈ കുഞ്ഞു ചെമ്മീനായതുകൊണ്ടേ കുറേ നേരം വേണ്ടി വന്നു കിള്ളാൻ വേണ്ടിയിട്ട്. അല്ല പൊടി ചെമ്മീനാണല്ല. കിള്ളി എനിക്ക് മുതുക് വേന എടുത്തിട്ട് പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ചെമ്മീൻ ഇപ്പം എന്തായാലും ഞാൻ പറ്റിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പും മഞ്ഞപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും കൂടി ഇട്ടിട്ടാണ് ഇപ്പോൾ പറ്റിക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്. ഇത് പറ്റിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി വളർത്താനായിട്ടും. പിന്നെ അതേപോലെ ഉരുളക്കിഴങ്ങ് വെക്കുമ്പോൾ അതിനകത്ത് ഒരു ഇച്ചിരി ചെമ്മീൻ ഇട്ട് വെക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സവാളയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കൂടി ഞാൻ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഉരുളക്കിഴങ്ങ് താളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ട് വെക്കാന്ന് വിചാരിച്ചായിരിക്കണത്. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി മഞ്ഞപ്പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഈ മുളക് പൊടിയുടെയും മഞ്ഞപ്പൊടിയുടെയൊക്കെ മൂടിപ്പാത്രം ഉണ്ടല്ലോ, അതിനകത്തോട്ട് തന്നെയാണ് സാധാരണ പൊടിയൊക്കെ എടുത്ത് വെക്കുന്നത്. അതാവുമ്പോൾ പിന്നെ വേറൊരു പാത്രം അതിനെ ഇടാൻ നിൽക്കണ്ടല്ലോ. എനിക്കാണെങ്കിൽ ഡയറക്റ്റ് കുപ്പിയിൽ നിന്ന് തന്നെ എടുത്തിടുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് എൻ്റെ ഒരളവ് എടുത്ത് വെച്ച് കഴിഞ്ഞ് പിന്നെ ഇടുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മരിഞ്ഞ് കഴിയുമ്പോഴേക്കും ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഉരുളക്കിഴങ്ങ് അവിടെ നിന്ന് വെന്ത് കഴിയുമ്പോഴേക്കും ഉരുളക്കിഴങ്ങ് താളിച്ചത് കഴിയും. അപ്പോൾ സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ വഴറ്റി അത് കഴിഞ്ഞ് തക്കാളിയും കൂടി ഇട്ട് ഇപ്പോൾ വഴറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെമ്മീത്തിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കുവാണ് കേട്ടോ. അപ്പോൾ ചെമ്മീത്തിന് വേണ്ടിയിട്ട് പൊടികളായിട്ട് എടുത്തേക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി മരിഞ്ഞ് കഴിയുമ്പോൾ ചെമ്മീനും കൂടി ഇട്ട് അതൊന്ന് റോസ്റ്റാക്കി ഒരു വറുത്ത പോലെ ആക്കി എടുക്കാനായിട്ടാണ്. അപ്പോൾ അത് കഴിയുമ്പോഴേക്ക് ചെമ്മീൻ്റെയും പരിപാടി വരും. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള ചോറൊക്കെ എല്ലാം റെഡിയായി. ഉരുളക്കിഴങ്ങ് ഉലത്തിയതും ചെമ്മീൻ ഉലത്തിയതും. ചെമ്മീൻ കണ്ടോ ഒന്നും കൂടി ചെറുതായി. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കുഞ്ഞു ചെമ്മീനായിരുന്നു. പിന്നെ തലേദിവസത്തെ മോരിയാറും ഉണ്ടായിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ വടുകപ്പുളി ഈന്തപ്പഴത്തിൻ്റെ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നാളത്തേക്ക് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി നല്ല അടിപൊളി ചോറ് കഴിച്ചു. അപ്പോൾ ഊണാണെങ്കിലും എല്ലാവരും കൂടിയാണ് ഇന്ന് കഴിച്ചത്. സാധാരണ ഞായറാഴ്ചകളിൽ മാത്രമാണ് ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കാറുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ ഉത്രാടം ആയതുകൊണ്ട് അമ്മയും പോയിട്ടുണ്ടായില്ല. അമ്മക്കാണെങ്കിൽ കുറേ അലക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഊണ് കഴിക്കാൻ വേണ്ടി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു പായസത്തിൻ്റെ ഒരു മിക്സ് ഇരിപ്പുണ്ടായിരുന്നു. സേമിയ പായസത്തിൻ്റെ ഒരു മിക്സ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പം പറഞ്ഞാൽ ആ പായസം അങ്ങോട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതങ്ങോട്ട് കുടിക്കാം. നാളെ എന്തായാലും പായസം കുടിക്കേണ്ടതാണ്. പിന്നെ ഈ പായസം മിക്സ് ആകുമ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ചും കൂടി സുഖമാണല്ലോ. സേമിയ വറുക്കൊന്നും വേണ്ട. അതേപോലെ പിന്നെ തേങ്ങാപ്പാൽ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യണ്ട. നേരെ അത് പാലിലോട്ട് ഇടുക, 10-15 മിനിറ്റ് ഇളക്കുക. അപ്പോഴത്തേനും പായസം റെഡിയാവും. ഇതാകുമ്പോൾ ഉണ്ടാക്കാനും സുഖമാണ്. പിന്നെ കഴിക്കാൻ പിന്നെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് എല്ലാവരും കഴിച്ചോളുമല്ലോ. പായസം കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നാളത്തേക്കുള്ള, അതായത് ഓണത്തിന് വേണ്ടിയിട്ടുള്ള കറികളൊക്കെ റെഡിയാക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. പക്ഷേ ചേട്ടൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ രാത്രിത്തേക്കുള്ള ചിക്കൻ കറി വെക്കാനുള്ള ചിക്കൻ എടുക്കുമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഓണത്തിന് അന്ന് എടുക്കാനായിട്ട് കുറച്ച് ചിക്കൻ മാറ്റി വെക്കുന്നുണ്ട്. എന്തെങ്കിലും ചെയ്തെടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ചിക്കൻ കറി എല്ലാം കൂടി വെച്ചിട്ട് ഒരുമിച്ച് വെക്കാമെന്നാണ് പറഞ്ഞു വെച്ചത്. സവാളയും പൊടികളും എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് വെച്ചിട്ട് ചെയ്തെടുക്കാമെന്നാണ് പറഞ്ഞിട്ട്. അതാകുമ്പോൾ വേഗം പരിപാടി കഴിയുമല്ലോ. ഈ തിരക്കിൻ്റെ ഇടയിൽ ചിക്കൻ കറിയൊക്കെ എല്ലാം നല്ല രീതിയിലൊക്കെ ചെയ്തെടുക്കാനായിട്ട് സമയമില്ല. പക്ഷെ അതും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ സുജിയാണെങ്കിൽ ഇഞ്ചിക്കറി വെക്കാനായിട്ടുള്ള ഇഞ്ചിയും ജീവിക്കൊണ്ടിരിക്കണേ. ഞാൻ പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും അതിനുറക്കാൻ വേണ്ടി പോയി. ഞാൻ അതിനുറക്കി വന്നപ്പോഴേക്കും ഇവിടെ ഭയങ്കര പച്ചക്കറി അരികളെല്ലാവരും കൂടെ പൊക്കിക്കാണിക്ക്. സുജി പീലർ കൊണ്ട് മുരിങ്ങാക്കോല് ചെത്തിക്കളഞ്ഞതാണ്. ചെത്തിക്കളഞ്ഞപ്പോഴേക്ക് ഈ ഒരു അവസ്ഥയിലായിപ്പോയി. ഒട്ടിച്ച് എന്നാ ഫെവിക്കൊക്കെ ഇട്ട് ഒട്ടിച്ചിട്ടൊന്നും കൂടെ ആണോ? അവിയലിന്റെ കഷ്ണം നീളത്തിലരിഞ്ഞാൽ മതി.
ആ അവിയൽ നാളെ അല്ലേ വെക്കണ? അരിഞ്ഞിട്ട് ഫ്രിഡ്ജ് വെച്ചാ പോരെ? ആ നാളെ വേറെ ഒന്നും വെക്കാനില്ല, അവിയൽ മാത്രമേ വെക്കാനുള്ളൂ. അപ്പൊ ഇതിപ്പോ സാമ്പാറിനുള്ള കഷ്ണങ്ങളാ ഇത് മൊത്തം? ഇനി മത്തങ്ങ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ സാമ്പാറിന് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ പച്ചക്കറികളൊക്കെ എല്ലാം കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാമ്പാറിനകത്താണെങ്കിൽ കഷ്ണങ്ങളുടെ കൂട്ടത്തിലാണെന്നാണെങ്കിൽ ചേന ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ ഉട്ടക്കയിൽ കൊണ്ടാണ് കഴുകുന്നത്. സാധാരണ ഞാൻ ചേന കഴുകാൻ നേരത്ത് അങ്ങനെയാണ് കഴുകാറ്. എനിക്കല്ലേ കൈയൊക്കെ ചൊറിയാൻ തുടങ്ങും. വെറുതെ എന്തിനാണ് റിസ്ക് എടുക്കുന്നത്? ചൊറിയാന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പോൾ ചേട്ടൻ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇഞ്ചിക്കറി വെക്കാനായിട്ടുള്ള തേങ്ങാപ്പീര വറുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അമ്മച്ചൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു, അമ്മച്ചി അപ്പച്ചി കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നപ്പോഴത്തേനും ഞങ്ങൾക്ക് ഓണക്കൊടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു ഗ്രീൻ കളറുള്ള കുർത്തയാണ് കൊണ്ടുവന്നത്. എനിക്കാണെങ്കിൽ ഈ കുർത്ത ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കളറായിരുന്നു. ഒരു ഇച്ചിരി കൂടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ടുണ്ട്, അത് മാത്രം ഒന്ന് ചെയ്തെടുത്ത് അടിപൊളി കുർത്തയാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കളറില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചേട്ടയും മാധുവും സുജിയും കൂടെ നാളത്തേക്കുള്ള പൂക്കൾ ഇടാനുള്ള പൂക്കളൊക്കെ കിള്ളി തുടങ്ങിയായിരുന്നു. അപ്പോൾ രാത്രിയിൽ തന്നെ ഇതൊക്കെ ചെയ്തു വെച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം പൂക്കളും കൂടെ കിള്ളി ചെയ്ത് വരുമ്പോൾ അത്തപ്പൂക്കൾ ഇടുന്നത് ഒരു 12 മണിയെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കിള്ളി തുടങ്ങിയപ്പോഴേക്കും അതും അതിൻ്റെ സൈഡിലിരുന്ന് എന്തുണ്ടെങ്കിലോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കുറച്ച് പൂക്കൾ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ട പറയുന്നതിന് മുന്നേ വരെ ഞാൻ വിചാരിച്ചു വെച്ചത് അത് അവർ കിള്ളിയത് പൂക്കൾ മാറ്റി വെച്ചേക്കാന്നാണ്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ അവൻ കിള്ളിയ പൂവായിരുന്നു. അവനായിട്ട് തന്നെത്താനെ കിള്ളിയ പൂവായിരുന്നു. സുജിയുടെ ഫോണിൽ വീഡിയോ കണ്ടുകഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ മോൻ ഇത്രയും വളർന്നു എന്നുള്ളത്. കാരണം അവൻ ഓരോ പൂവ് എടുത്തിട്ട് അതിനകത്ത് നിഴലുകൾ നല്ല കറക്റ്റായിട്ട് കിള്ളി മാറ്റി വെക്കുന്നു. സാധാരണ ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ എല്ലാം വലിച്ചു കീറി കളയുന്നതാണ് ഞാൻ കണ്ടേക്കുന്നത്. ഇത് ഇത്ര നല്ല അടിപൊളിയായിട്ട് വെക്കുന്നുണ്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഉത്രാടത്തിൻ്റെ ഇതൊക്കെ തിരക്ക് കഴിഞ്ഞപ്പോഴേക്കും എല്ലാത്തിൻ്റെ നടു ഒടിഞ്ഞിരിക്കുക. ഇനി ഒന്ന് കിടന്നുറങ്ങിയാൽ മാത്രം മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നാളെ തിരുവോണത്തിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.